ഞാനും അജിയമ്മയും കൂടിയിട്ട് നന്നനമാവൻ്റെ അവിടെ പോയി ചക്ക ഒരെണ്ണിട്ട് താഴെ അതിങ്ങനെ കൊണ്ടുവയ്ക്കാനായിട്ട് അവിടെ നിറച്ച് കല്ലും കൂട്ടാക്കി. അപ്പം അത് വീഴാണ്ട് താഴെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുളിയുറുമ്പ് അത് മിണ്ടായി. പുളിയുറുമ്പ് അപ്പം ഇങ്ങനെ കൈമിക്ക് ഇങ്ങനെ കടിക്കുന്നുണ്ട്, അത് കുടയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചക്ക എടുത്തിട്ട് ഒരെണ്ണം തലയിലും വെച്ചു. അടുത്തത് അജിയമ്മയും കൂടി ഒരെണ്ണം കൂടി അജിയമ്മായി എടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാള് മാമൻ്റെ അവിടെ നിന്ന്, അപ്പുറത്താണ് എൻ്റെ വീട്, അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അതിങ്ങനെ ചോന്ന് കൊണ്ടുപോയി വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. റോട്ടിൽ കൂടെ ഇത്തിരി അങ്ങോട്ട് നടക്കണം ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ കൊണ്ട് ചക്കയും കൊണ്ട് ഇങ്ങനെ പോവുക. ചിരിക്കണുണ്ട് അജയമായി. ഞാൻ ചക്ക കൊണ്ട് ഓടാം, അപ്പം അജയമായിക്ക് എൻ്റെ കൂടെ എത്താൻ പറ്റണില്ല. അപ്പം ഞങ്ങളുടെ അവിടെയുള്ള കോഴി മറ്റേ കളകെന്ന് പറഞ്ഞ കോഴിനെ രണ്ടെണ്ണം ചോദിച്ചിട്ട് മേടിച്ചു കൊണ്ട് വന്നതാ. അപ്പം ഇങ്ങനെ ചക്കയൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ട് നിലത്ത് വെച്ച് വെട്ടാനുള്ള പരിപാടിയാണ്. അപ്പം ഉണ്ട് വെട്ടോത്തിയും എടുക്കണം, പിന്നെ ചക്ക മുളഞ്ഞയും കളയാനായിട്ട് ചകിരിയുടെ പൂഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അജയമ്മായി മറ്റേ മുറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അജയമ്മായും കൂടി അടുക്കളയിൽ പോയി. പിന്നെ ഇങ്ങനെ എന്താ പറയുക, ചക്ക വെട്ടാനുള്ള പരിപാടി തുടങ്ങി. ചക്ക ഇങ്ങനെ വെട്ടി ഇങ്ങനെ അല്ലാതെ ഞാൻ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ മുളഞ്ഞീനൊക്കെ ഇങ്ങനെ കളഞ്ഞിരിക്കുക. അപ്പം ഞാൻ അജയമ്മായും കൂടി ഇങ്ങനെ അതിന് അജയമ്മായി എനിക്ക് എല്ലാത്തിനും അജയമ്മായി എനിക്ക് നല്ല ഹെൽപ്പാണ്. എനിക്ക് എൻ്റെ എന്താ പറയുക അമ്മയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് എനിക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു വിഷമമില്ല. കാരണം അമ്മ ഇപ്പോൾ ഒരു അമ്മയുള്ള പോലെ തന്നെയാണ് അജയമ്മായും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അജയമ്മായിയും വെട്ടിത്തരും, ഞാനും അതിൻ്റെ എന്നിട്ട് പറയുക ഇതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ പറിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ഇടും. പിന്നെ അതിനുള്ള ചിക്കനും മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചിക്കനുള്ള എന്താ പറയുക സബോളയും പച്ചമുളകും ഇഞ്ചി എല്ലാം വേപ്പിലയും എല്ലാം കൂടി പച്ചമുളക് അരിഞ്ഞ് വെച്ചു. പിന്നെ ചിക്കൻ കഴുകി വെച്ചു. പിന്നെ ചക്ക നന്നാക്കി അതെല്ലാതും ക്ലീൻ ചെയ്ത് ചക്കയും ഇതൊക്കെ വെച്ച് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണയ്ക്ക് ഇതൊക്കെ കൊണ്ടോടെ ഇത് മൂപ്പിക്കാൻ വെച്ചപ്പോൾ വെളിച്ചെണ്ണ തളിച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ടാണ് പിന്നെ സബോള ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് സബോള അരിഞ്ഞതൊക്കെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വഴറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇളക്കി അത് കഴിഞ്ഞ് നന്നായി ഒന്ന് ഇളക്കി അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക വേണ്ടി വന്നപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ എന്താ പറയുക അത് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് എല്ലാം ചെയ്ത് വന്നപ്പോൾ പിന്നെ എന്താ പറയുക വീണ്ടും അതിൽ കൊണ്ടൊരു ഇത്തിരി വെളുത്തുള്ളിന് ബെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അതിൽ കൊണ്ടിട്ടു, വേപ്പില ഇട്ടു. പിന്നെ എന്താ പറയുക അത് മിക്സ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് മൂക്കാറായപ്പോൾ ഞാൻ തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ തക്കാളിയും കൂടി ഇളക്കി എല്ലാം ചെയ്ത് പിന്നെ അതിനുള്ള എന്താ പറയുക പൊടികളൊക്കെ കൊണ്ട് വെച്ച് അത് പൊടികളൊക്കെ ആദ്യം മഞ്ഞപ്പൊടി ഇട്ടത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി നന്നായി ഇളക്കി എല്ലാം ചെയ്ത് അതിന് ശേഷം പിന്നെ അതിലുള്ള മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്ത് അതെല്ലാം നല്ലോണം ഇങ്ങനെ ഇളക്കി മറിച്ച് പിന്നെ അത് കഴിഞ്ഞ് തീയൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നീക്കി വെച്ച് കൊടുക്കും. പിന്നെ അതിലുള്ള എന്താ പറയുക ചിക്കൻ മസാലയും ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി അതിലിട്ട് വീണ്ടും നന്നായി ഞാനത് ഒന്നും കൂടി നന്നായി വഴറ്റി മിക്സ് ചെയ്ത ശേഷം ആർച്ചോട് പറഞ്ഞു ഞാൻ ചിക്കൻ എടുത്തോണ്ട് ആർച്ച ചിക്കൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ആ ചിക്കൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാ ചിക്കനും കൂടി അതിൽ മിക്സ് ചെയ്ത് ഇളക്കി നന്നായി കൂട്ടി യോജിപ്പിച്ചു. പിന്നെ തീ ഇങ്ങനെ അതിങ്ങനെ നന്നായി കത്തുന്നില്ല, അപ്പം അതിൻ്റെ ഒരു ഇത് മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അത് നന്നായി ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് എല്ലാം ഇങ്ങനെ സെറ്റാക്കാനുള്ള ബുദ്ധിലാണ്, സെറ്റാക്കി മൂടിയിടണമല്ലോ. അപ്പം നന്നായി അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് അങ്ങോട്ട് ചിക്കനെ നമ്മൾ അങ്ങോട്ട് സൂപ്പറാക്കണ്ടേ ഇന്നത്തേത്. അങ്ങനെ ചിക്കനൊക്കെ കൂട്ടി യോജിപ്പിച്ച് പിന്നെ ചക്കയ്ക്കുള്ള എന്താ പറയുക അതിൻ്റെ നാളികേരം മിക്സിയിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പിന്നെ നമ്മുടെ നാടൻ നമ്മുടെ ഇതില്ലേ ചൂരമുളകൊക്കെ കൂടി ഇട്ടു. അതിൽ പിന്നെ നമ്മുടെ അത് കഴിഞ്ഞ് ജീരകം ഇട്ടു. എല്ലാം ഞാൻ ഇതാക്കി ചെന്ന് പിന്നെ ഇഡ്ഡലി ചെമ്പിലേക്ക് അത് ഞാൻ ആവിയിൽ വേവിക്കണമല്ലോ, അപ്പോൾ കുറച്ച് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് നന്നായി ഇട്ടൊരു 3-4 സ്പൂണ് ഉപ്പിട്ടു. പിന്നെ ഇത്തിരി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ നന്നായി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് നന്നായി മിക്സ് ചെയ്ത് നല്ലോണം എന്താ പറയുക മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് അടപ്പത്ത് വയ്ക്കുമ്പോൾ അടി പിടിക്കും. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് കുറച്ചും കൂടി വെള്ളം വീണ്ടും ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അത് എന്താ പറയുക ഗ്യാസിലേക്ക് ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ ഇഡ്ഡലി ചെമ്പിൻ്റെ അടുപ്പിനോട് ഞാൻ അത് മൂടിയൊക്കെ വെച്ച് സെറ്റാക്കി. അതിനിടയിൽ ഇപ്പുറത്തെ അടുക്കളയിൽ ചിക്കൻ വന്ന് ഞാൻ ഇളക്കാനായി പോയി. അങ്ങനെ ചിക്കൻ ഞാൻ അത് നന്നായി ഇങ്ങനെ ഇളക്കി. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. അത് ചക്കപ്പുഴുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഞങ്ങൾ അതെല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള റെഡിയായി. എല്ലാവരും ഉണ്ട്, ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കഴിക്കണം. അപ്പോൾ അതിനുള്ള പുറപ്പാടാണ് ഞങ്ങളെല്ലാവരും.
ഹലോ ഗൈസ്, ചക്കയും ചിക്കൻ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചക്ക കൂട്ടാനും പിന്നെ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വായോ. പതുക്കെ പതുക്കെ അങ്ങനെ. ഗുഡ് ബൈ. ആ മോനുണ്ട്. ഇല്ലുനിടട്ടത് തിരിട്ടമ്മ അങ്ങനെ. ചിക്കനും ചോറ വേണ്ടേ? അമ്മീ മിടുക്കൻ. വെല്ലുമിക്ക് വിളമ്പി കൊടുക്കൂ. വൈബ് പാടാ അവിടെ വെക്കി. മറ്റേ ഒരു കൈപ്പത്തി എടുത്ത മോളെ. ചോറ് തരാലോ അമ്മേരെ മോന് ചോറ് തരാലോ. വൈബോ എന്നാ ചക്കപ്പുഴുക്ക് എന്തിനു വേണ്ടേ? ചോറ് വേണ്ടേ? എന്തിനു വേണ്ടേ? എന്തിനു വേണ്ടേ? അപ്പു കഴിക്കണില്ലേ അപ്പൊ ചക്കപ്പുഴുക്ക്? അപ്പോ ഒരു കയ്യിലെന്ന കുഞ്ഞാ. ഇഷാങ്കോട്ട് നിന്നാ. അപ്പനെന്തിനാ വേണ്ടേ? ചോറാണോ ചക്കപ്പുഴുക്കാണോ? അപ്പൊ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും കൂടി ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കട്ടെ. എങ്ങനെയുണ്ട് അജ്മേര്? രസണ്ടാ? അജ്മേ എന്ത് ചിക്കൻ കറി കൂട്ടാത്ത? അടുത്തൊരു വീഡിയോയുമായി വരാം. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. ബൈ പറയ് കൈകൊണ്ട് പറഞ്ഞോ. ഇടത് കൈ കൊണ്ട് പറഞ്ഞോ, കുഴപ്പമില്ല. ബൈ. അയ്യോ.